ട്രംപിൻ്റെ പുതിയ പുതിയ കലാപരിപാടികൾ വരുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം തമാശ തോന്നുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇറാനെതിരെ ഒരു ഉപരോധം, നാവിക ഉപരോധം ഏർപ്പെടുത്തിയാണ് സമുദ്രത്തിൽ. അവരുടെ കപ്പലുകളൊന്നും സമ്മതിക്കത്തില്ല, അതിനെല്ലാം തടയും. ഇറാനിലേക്ക് വരുന്ന കപ്പലുകളെയൊക്കെ തടയും. അതാണ് ഉപരോധം. അത് വന്നു കഴിഞ്ഞപ്പോൾ ഇറാനുണ്ടല്ലോ, അതിലൊന്നും അവർ കുലുങ്ങത്തൊന്നുമില്ല. ഇറാൻ ഹോർമൂസ് തുറക്കണമെന്നുണ്ടെങ്കിൽ നാവിക ഉപരോധം അവസാനിപ്പിക്കണം, ന്യായമായ ആവശ്യം അവർ പറയുന്നത്. അപ്പോൾ ഇയാൾക്ക് നേരെ മറിച്ച് ഇവർ ഹോർമൂസ് തുറക്കണം, അത് കഴിഞ്ഞ് പിന്നെ ആലോചിക്കണം, പിന്നെ ആണവോർജം പരിപാടിയൊക്കെ നിർത്തണം. അവരിതൊക്കെ ചെയ്താൽ മാത്രമേ അവർക്ക് ഈ അവരുടെ ഉപരോധം അവസാനിപ്പിക്കത്തുള്ളൂ ഇയാൾ. അപ്പോൾ അങ്ങനെ ആ രാജ്യം അതിനൊന്നും അവർ നിന്നു കൊടുക്കത്തൊന്നുമില്ല. അപ്പോൾ ആകെപ്പാടെ ഇപ്പോൾ വലഞ്ഞിരിക്കുക. കാരണം ഈ യുദ്ധം അവസാനിപ്പിക്കാനൊരു മാർഗമില്ല. അത്രത്തോളം രൂപ ഇതുപോലെ പണം ചെലവായിട്ടുണ്ട് അമേരിക്കൻ ഗവൺമെൻറ്റിന് ഈ യുദ്ധത്തിന്. എന്തിനാണ് ഈ യുദ്ധം എന്നവിടെ ആളുകൾ ചോദിച്ചു തുടങ്ങി. ഇപ്പോൾ ഈ യുദ്ധം എന്തിനായിരുന്നു, എന്തിനു തുടങ്ങി, ആർക്ക് വേണ്ടി തുടങ്ങി, അമേരിക്കയ്ക്ക് വേണ്ടിയാണോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അവിടെ അമേരിക്കയിൽ. അങ്ങനെ മാത്രമല്ല, ഈ നാവിക വിരോധം പിൻവലിക്കാനായിട്ട് ലോകത്തിൻ്റെ നാനാ കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള സമ്മർദ്ദം ട്രംപ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എപ്പോഴായാലും നിർത്തിയേ പറ്റുള്ളൂ, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ അതിന് ഇടയിലാണ് ട്രംപിൻ്റെ ഒരു പുതിയ ഒരു ഉൾവിളി ഉണ്ടായത്. ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ പേരൊന്ന് മാറ്റണം. അപ്പോൾ ഹോർമൂസ് എന്ന് പറയുന്നത് നമുക്ക് പണ്ട് മുതലേ നമ്മൾ പുരാതന കാലം മുതൽ കേൾക്കുന്നതാണ് ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേരൊന്ന് മാറ്റണം. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്നുള്ളതിന് പകരം സ്ട്രെയിറ്റ് ഓഫ് ട്രംപ് എന്ന് പേരിടണമെന്നാണ്, അയാളുടെ പേരിടണമെന്നാണ് അതിന് കടലിടുക്കിന്. ശരിയാ, നല്ലതായിരിക്കും. ഏതായാലും അത് നടന്ന കാര്യം തന്നെ, പേര് ഇടിയിൽ. ഇപ്പോൾ അങ്ങനെ അമേരിക്കയിൽ തന്നെ ഇപ്പോൾ ആ പേര് ഇയാൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് വന്നപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നേ. അതായത് എൻ്റെ ഒരു സുഹൃത്ത്, ഒരു അഭിഭാഷകൻ, അദ്ദേഹം കൊല്ലത്ത് ഒരു സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ഒരു ജംഗ്ഷനാണ് അത്. അന്ന് അത്രയും വലിയ ഒന്നും വികസിച്ചിട്ടൊന്നുമില്ല അവിടെ. അപ്പോൾ ഇയാൾക്ക് തോന്നി അവിടെ ഒരു ചെറിയ ജംഗ്ഷനിലായാണ് ഈ ഒരു കെട്ടിടം, ഇയാളെ സ്വന്തം കെട്ടിടമാണ് താമസിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നോക്കിയപ്പോൾ അവിടെ ഇതിന് വക്കീൽ മുക്കെന്ന് പേരിട്ടാൽ എന്താ? കാരണം വക്കീൽ താമസിക്കുന്നു, വക്കീൽ മുക്കെന്ന് പേരിടണം. അയാൾ എന്ത് ചെയ്യുന്നറിയോ, ഒരു 5-6 ഓട്ടോറിക്ഷക്കാരെയൊക്കെ വിളിച്ച് അവർക്ക് ഇച്ചിരി പൈസയൊക്കെ കൊടുത്തിട്ട്, അതെ സാറേ ഞാൻ എല്ലാവരുടെ അടുത്തും അയാൾ വക്കീൽ മുക്കിലാണ് കിടക്കുന്നത്, ഓട്ടോ വക്കീൽ മുക്കാണ് എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ ആളുകൾ അതിനെ വക്കീൽ മുക്കാക്കി അവസാനം. എന്ന് പറഞ്ഞതുപോലുള്ള കലാപരിപാടിയാണ് ഇപ്പോൾ ട്രംപ് ഇറക്കിയിട്ട് ഇനി സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്നുള്ളതിന് പകരം സ്ട്രെയിറ്റ് ഓഫ് ട്രംപ് എന്ന് ആക്കാനുള്ള പരിപാടി. കൊള്ളാം, നല്ലതാണ്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ തീരുമെങ്കിൽ ആയിക്കോട്ടെ. പിന്നെ അടുത്തതായിട്ട് അമേരിക്കയിൽ ഉണ്ടാക്കാവുന്ന പരിഷ്കാരങ്ങൾ എങ്ങനെയാണെന്നറിയോ ഉണ്ടാകുന്നത്? അമേരിക്കയിൽ ഇനി കൊടുക്കുന്ന പാസ്പോർട്ടുകൾ, ആ അമേരിക്കൻ US പാസ്പോർട്ടുകളിലെല്ലാം ഇനി അയാളുടെ പടം, ട്രംപിൻ്റെ പടം വെക്കുക. ഇന്ന് വരെ ഒരു പ്രസിഡൻ്റെയും പടം അതുപോലെ പാസ്പോർട്ടിനകത്ത് വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ ട്രംപിൻ്റെ പടമില്ലാത്ത പാസ്പോർട്ട് കാണാൻ കിട്ടാതെ പോവും അവസാനം. അങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ അമേരിക്കക്കാർക്കൊക്കെ വേണ്ടതാണ് ഇങ്ങനൊരുത്തിൻ്റെ പടം തന്നെ വരണമല്ലോ, നല്ലതാണ്. കാരണം അവരുടെ ഒരു മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റിയാണ്, നാഷണാലിറ്റി തെളിയിക്കുന്ന ഏറ്റവും വലിയ രേഖയാണ് പാസ്പോർട്ട് എന്ന് പറയുന്നത്. ആ പാസ്പോർട്ടിനകത്ത് ഇതേപോലുള്ള ഒരാളുടെ പടം അതിനകത്ത് വേണം, അതും കൊള്ളാം. അപ്പോൾ പാസ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്നിട്ട് പറഞ്ഞു, ഈ പടം വെക്കുന്നതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല, ആരെന്ന് വെച്ചാൽ അതിന് പണമൊന്നും ഈടാക്കത്തില്ലെന്ന്. എന്ന് പറഞ്ഞാൽ ഇയാളുടെ പടം കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ഭ്രാന്തന്മാർ ആരെങ്കിലും ഉണ്ടോ? എനിക്കറിഞ്ഞൂടാ. ഇത് വെക്കുന്നത് തന്നെ അവരനുഭവിക്കാം. അതുകൊണ്ട് എന്നിട്ടാണ് ഇനി അതിന് പ്രത്യേകിച്ച് പണച്ചെലവൊന്നുമില്ല, ഇയാളുടെ പടം വെക്കുന്നതിന് അവർ പണമൊന്നും കൊടുക്കണ്ടെന്ന്. അത് കൊള്ളാം, നല്ലതാണ്. ഇനി ഇതുമല്ല, ഇന്ന് വരെ ഒരു അമേരിക്കൻ പ്രസിഡന്റുമാരും ചെയ്തിട്ടില്ലാത്ത ഒരു പണിയും കൂടെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടുത്തെ കറൻസി നോട്ടുകളുണ്ടല്ലോ, ഡോളേഴ്സാണല്ലോ, ഈ ഡോളേഴ്സിലെല്ലാം
ഇയാളുടെ ഒപ്പ്, ട്രംപിൻ്റെ ഒപ്പ്. അത് ഇതുവരെ ഇല്ല അമേരിക്കയിൽ, അങ്ങനെ ചരിത്രമില്ല. അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ ഈ നമുക്ക് ഡോളേഴ്സ് അതിനകത്തെല്ലാം ഇനി മുതൽ ഇയാളുടെ ഒപ്പ് വരും, ട്രംപിൻ്റെ ഒപ്പ് വരും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതും നല്ലൊരു കാര്യമാണ്. ട്രംപ് ഒപ്പിൻ്റെ ഒപ്പ് ഈ ഡോളേഴ്സിലെല്ലാം അടിക്കണം. ഇനി അവിടുത്തെ കറൻസി പ്രിൻറ്റിങ് പ്രസ്സിൽ ഞാൻ പോയിട്ടുണ്ട്. ഇനി അവിടെ ഇതെല്ലാം മാറ്റി ഇയാളുടെ ഒപ്പും കൂടി ഇനി അവർക്ക് ചേർത്ത് വെക്കണം, എന്നാലേ അത് ശരിയാവുള്ളൂ. ട്രംപിൻ്റെ ഒപ്പില്ലാത്ത നോട്ടുകളെന്ന് പറയുന്നത് കറൻസി നോട്ടുകൾ, അതായത് ഡോളേഴ്സ്, ഇനി അവിടെ വലിയ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ സ്വീകരിക്കാൻ. ഇപ്പോൾ ഉള്ള നോട്ടുകൾക്ക് കുഴപ്പം വരുത്തില്ലായിരിക്കും, നിരോധിക്കുന്നില്ലായിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെയുള്ള ഓരോ തീരുമാനങ്ങളാണ്. അപ്പോൾ അത് ഇനി അങ്ങനെയുള്ള ആ കാര്യങ്ങളിലൂടെ വരാൻ പോകുന്നത്. ഇനി ബാക്കി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നതെന്ന്. ഇനി ഓരോരുത്തരുടെയും അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് അതിനകത്തും കൂടെ ശാലൻ ട്രംപെന്ന് ചേർക്കണമെന്ന് ഇയാളെ ഓർഡർ ഇട്ടാൽ എന്ത് ചെയ്യും? ഓരോരുത്തർക്കും അവരവരുടെ അച്ഛൻ്റെ പേരാണുള്ളത്. ഇനി നിൻ്റെ അച്ഛൻ്റെ പേര് ഇന്നതുപോലെ അതിനകത്ത് ട്രംപ് കൂടെ ചേർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് അപ്പം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലുള്ള കലാപരിപാടികളാണ് ഇപ്പോൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇറാൻ മൂളാനായിട്ട് കുറേ ആളുകളും ഉണ്ട് അദ്ദേഹത്തിനോടൊപ്പം. ഈയിടെ ഏതോ ഒരു 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 അദ്ദേഹം ഒരു പാർട്ടി നടത്തിയല്ലോ, ഒരു ഡിന്നർ നടത്തി, മാധ്യമ പ്രവർത്തകർക്കൊക്കെ വേണ്ടിയാണെന്ന് തോന്നുന്നു ഡിന്നർ നടത്തി. അതിനകത്ത് ട്രംപിൻ്റെ വൈഫും ഒക്കെ പങ്കെടുത്തതാണ്. ഏതോ ഒരുത്തൻ തോക്കും കൊണ്ട് വന്ന് അവിടെ വെടിയുതിർക്കുകയൊക്കെ ചെയ്ത്. ട്രംപിന് വെടിയൊന്നും കൊണ്ടില്ല, പക്ഷേ ആ സുരക്ഷാ ഭടന്മാരെ എളുപ്പം ഇവരെ ട്രംപിനെയും ഫസ്റ്റ് ലേഡിയെയും കൂടെ ഇങ്ങനെ പൊതിഞ്ഞ് വിളിച്ച് അങ്ങ് അകത്ത് കൊണ്ടുപോയി. അപ്പോൾ ഇതുകൊണ്ട് ഇറങ്ങി അടക്കാൻ പോലും വയ്യാത്ത ആളാണ് ട്രംപ്. അങ്ങനെയുള്ള ആക്കിനി പടമെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് എടുത്ത് നോക്കിയാൽ ആ പടം കാണാൻ പറ്റും. അതേപോലെ തന്നെ അയാളുടെ ഒപ്പ് എന്നേക്കും അവശേഷിക്കും ഡോളറിനകത്ത്. കാരണം ഡോളർ അടിച്ചിറക്കി കഴിഞ്ഞാൽ അതിങ്ങനെ സർക്കുലേഷനിലല്ലേ പോകുന്നത്, സർക്കുലേറ്റ് ചെയ്യത്തില്ലേ. അപ്പോൾ എന്നായാലും ലോകത്ത് ഇയാളുടെ ഒപ്പ് പതിഞ്ഞവിടെ കിടക്കും. പിന്നെ ഇതൊന്നുമല്ല, ഇനി ഹോർമൂസ് കടലിടുക്കിൻ്റെ പേര് ട്രംപ് കടലിടുക്ക് എന്ന് അറിയപ്പെടാനുള്ള സാധ്യതയെ ഒരുക്കുന്നുണ്ട്. അതിനി പറഞ്ഞ് അങ്ങ് ട്രംപ് കടലിടുക്കാക്കും. ഇത് അങ്ങനെ ഞാൻ പറയില്ല, വക്കീലുമൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞതുപോലെ ശരിയാക്കി എടുക്കാൻ പറ്റിയേക്കും. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം, നോക്കാം.